പാർലമെന്റിൽ എ കെ ഗോപാലൻ ഇന്ദിരാഗാന്ധി വിളിച്ചെങ്കിൽ ഒന്ന് അറിയാനുള്ള എനിക്കും കൂടെ ഒരു അക്കാഡമിക് ഒരു വിദ്യാർത്ഥി എന്ന എനിക്കും കൂടെ അറിയാൻ വേണ്ടിയാണ്. അങ്ങയുടെ ഏത് രേഖ പ്രകാരമാണ്, ഏത് പുസ്തകത്തിലാണ് ലേഡി ഹിറ്റ്ലർ എന്ന എ കെ ഗോപാലൻ ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ദിരാഗാന്ധിയെ വിളിച്ചു എന്ന് പറയുന്നത്? ഏതിലാണ്? ജയിക്കിന്റെ അവസരം പറഞ്ഞോളൂ. തീർച്ചയായിട്ടും ഇപ്പൊ ചർച്ചയാകെ ഇന്ദിരാഗാന്ധിയെ പെൺഹിറ്റർ എന്ന് വിളിച്ചത് ആരാണെന്നുള്ള വളരെ ആധികാരികമായി താങ്കൾ പറഞ്ഞല്ലോ. എനിക്ക് അറിയാൻ വേണ്ടിയാണ്, എനിക്ക് അക്കാഡമിക് ഇൻട്രസ്റ്റ് അറിയാൻ വേണ്ടിയാ. ശരി, ഓക്കെ, അങ്ങ് പറഞ്ഞല്ലോ. അല്ല, തീർച്ചയായിട്ടും ഇല്ല, അങ്ങ് പറഞ്ഞല്ലോ. ഗൗരവമുള്ള, അതേപോലെ തന്നെ ഗൗരവമുള്ള മറ്റു ചില ആക്ഷേപങ്ങൾ എന്റെ വാദത്തിന് ഉന്നയിച്ചു. അതായത് ചരിത്രത്തിൽ വസ്തുതകളെ മുൻനിർത്തി പറയണം, വെറുതെ വാചകം അടിച്ചിട്ട് കാര്യമില്ല. ഞാൻ വസ്തുതകളെ മുൻനിർത്തി അല്ലാതെ എന്തെങ്കിലും ഒരു വാചകം ഇവിടെ പറഞ്ഞതായിട്ട് അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? പറഞ്ഞു കെ കരുണാകരനോടൊപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അങ്ങിങ്ങനെ ഇടപെടുന്നത് മര്യാദയാണോ? സംസാരിച്ചോ? അങ്ങയുടെ അക്കാഡമിക് താല്പര്യവും ഉയർന്ന പാണ്ഡിത്യവും ഉയർന്ന പക്വതയും ഒക്കെ ബഹുമാനിച്ചുകൊണ്ട് അങ്ങ് സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടില്ല. എന്നാൽ ഞാൻ 2 തവണ സംസാരിച്ചപ്പോൾ അങ്ങ് ഇടപെടുകയാണ്. ഇത് അങ്ങേക്ക് ചേർന്നതാണോ? ശരി ശരി, പറയട്ടെ. ജയിക്കിന്റെ അവസരം. ഞാൻ അങ്ങയുടെ എല്ലാ വാദങ്ങളെയും സ്വീകരിക്കുന്നു. പക്ഷേ ഒരു അഭിപ്രായം പറയാനുള്ള അവരായ ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ കൂടെ അങ്ങൊരു സംവാദത്തിൽ വകവെച്ച് തരണമെന്ന് വിനീതമായി അങ്ങോട് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ അങ്ങയുടെ അവസരത്തിൽ ഇടപെട്ടതേ ഇല്ല എന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട്. അപ്പോ അങ്ങയുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇങ്ങനത്തെ ചിത്രമൊന്നും ലഭിക്കാൻ പോകുന്നില്ല, അതൊക്കെ ശിവദാസ മേനോന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉദ്ഘാടനം ചെയ്യാൻ ലാൽകൃഷ്ണ അദ്വാനിയും സംഘവും വന്നപ്പോഴുള്ള ചിത്രം മാത്രമേ ഉള്ളൂ എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ അനൗദ്യോഗിക മാധ്യമമായി പ്രവർത്തിക്കുന്ന മറ്റൊരു മാധ്യമ സ്ഥാപനത്തിന്റെ തന്നെ ആർക്കൈവിൽ വന്നിട്ടുള്ള ചിത്രമാണ് ഞാൻ ആങ്കർക്ക് അയച്ചു കൊടുത്തത്. 1. 2, അദ്ദേഹം പറയുന്നു ഇങ്ങനെ ഞങ്ങൾക്കൊന്നും വേണ്ടി ആരും പ്രസംഗിക്കാനൊന്നും വന്നിട്ടില്ല. ഞാൻ പറയുന്നു മാതൃഭൂമി തന്നെ ചെയ്ത വാർത്താ ശകലം 3 മിനിറ്റ് ഉള്ളത് ഞാൻ ആങ്കർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ വെല്ലുവിളിക്കുന്നൊന്നുമില്ല. മാതൃഭൂമിയുടെ വാർത്താ ശകലം മാതൃഭൂമി ഇപ്പോഴൊന്ന് കാണിച്ചാൽ അദ്ദേഹത്തിന്റെ ചരിത്ര സംബന്ധമായ എല്ലാ അബദ്ധവും നീങ്ങിക്കിട്ടും. എന്തെങ്കിലും അജ്ഞത ഉണ്ടെങ്കിൽ അതും ദൂരീകരിച്ച് കിട്ടും. ഞാനല്ല ബഹുമാനിയായ കോൺഗ്രസ് പ്രതി ആ 3 മിനിറ്റുള്ള വീഡിയോ ചിത്രത്തിൽ പറയുന്നത്. ദീൻദയാൽ ഉപാധ്യായ രാഘവൻ നായർക്ക് വേണ്ടി EMSനെ തോൽപ്പിക്കാൻ ജനതാ മൂവ്മെന്റിന് മുമ്പ് 960 പട്ടാമ്പിയിൽ വന്ന് കോൺഗ്രസ് BJP RSS സംയുക്ത സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിച്ചു. ബാഫക്കി തങ്ങളും പണ്ഡിറ്റ് നെഹ്റുവും സുജേത കൃപാലനിയും മൊറാർജി ദേശായും ഒക്കെ വന്നു EMSനെ തോൽപ്പിക്കാൻ. നിങ്ങൾ ഒരുമിച്ച് വോട്ട് ചോദിച്ചു. അതിന്റെ വാർത്ത മാതൃഭൂമി പ്രസിദ്ധീകരിച്ചതും മാതൃഭൂമി ന്യൂസ് അതിനെ സംബന്ധിച്ച് വാർത്ത റിപ്പോർട്ട് ചെയ്തതും ഞാൻ അങ്ങോട്ടേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. മാതൃഭൂമി കള്ളന്മാരാണോ? മാതൃഭൂമി ന്യൂസ് കള്ളത്തരം മാത്രം പറയുന്നതാണോ? അങ്ങൊന്ന് പറഞ്ഞാട്ടെ. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ദീൻദയാൽ ഉപാധ്യായയും പണ്ഡിറ്റ് നെഹ്റുവും വന്ന് ഒരുമിച്ച് പറഞ്ഞല്ലോ. പറഞ്ഞോളൂ. അപ്പോ പെരിന്തൽമണ്ണയിലെ ലീഗിന്റെ സ്ഥാനാർത്ഥിക്ക് ഹിന്ദു വോട്ടും ഇവിടുത്തെ സ്ഥാനാർത്ഥിക്ക് മുസ്ലിം വോട്ടും മാതൃഭൂമിയുടെ വാർത്താ ശകലത്തിൽ പറയുന്നതാണ്. ഇത് 960 മുതൽ നിങ്ങൾ പരീക്ഷിക്കുന്നതാണ്. ഏതു കാലയളവിലും നിങ്ങൾ ഈ സമീപനം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ മുൻനിർത്തി പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് വാചകമടി എന്നുള്ളതാണ്. ഇതിലെവിടെയാണ് വാചകമടി? 2, ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യന്മാരെ നിർബന്ധിത വന്ധ്യംകരണം നടത്തിയ, കൂട്ടക്കൊലയ്ക്കും കലാപത്തിലും തുർക്കുമാൻ ഗേറ്റിൽ ബുൾഡോസർ രാജിനും ഒക്കെ നേതൃത്വം നൽകിയ, RSSന് വഴികാട്ടിയായ കോൺഗ്രസ് ഭരണത്തിന്റെ നേതൃത്വം നൽകിയ ആ പ്രധാനമന്ത്രിയെ, ആ കോൺഗ്രസ് നേതാവിനെ വനിതാ ഹിറ്റ്ലർ, പെൺ ഹിറ്റ്ലർ എന്ന് വിളിച്ചു എന്നുള്ളതാണ്. ഇപ്പൊ പാർലമെന്റ് പ്രഭാഷണത്തിന്റെ രേഖ എന്റെ കയ്യിലില്ല. എന്റെ അന്വേഷണത്തിൽ ഒരു നിമിഷം, എന്റെ അന്വേഷണത്തിൽ ഇന്ത്യൻ പാർലമെന്റിൽ അങ്ങനെ ഒരു രേഖയില്ലെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. എന്തായാലും ലേഡി ഹിറ്റ്ലർ എന്ന് ഇന്ദിരാഗാന്ധിയെ ആ കാലത്ത് വിളിച്ചിട്ടുണ്ട്. ഞാൻ ഗ്രോക്കിനോട് ചോദിച്ചപ്പോൾ പറയുന്നത് ആരാണ് ആ ടേം കോയിൻ ചെയ്തതെന്ന് അറിയില്ല. പക്ഷേ ഞാനത് സംഘപരിവാർ അന്ന് വിളിച്ചിരുന്നു. അന്ന് ജനസംഘ നേതാക്കന്മാര്, ഞാൻ അതാണ് പറഞ്ഞത്. സംഘപരിവാർ മാത്രമല്ല, അന്നത്തെ ജനസംഘ നേതാക്കന്മാര് ഉപയോഗിച്ചിരുന്ന പദമാണ് ലേഡി ഹിറ്റ്ലർ. ഞാൻ പക്ഷെ അദ്ദേഹം ആധികാരികമായി ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യന്മാരും അവരെ വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞത് പാർലമെന്റിന്റെ പാർലമെന്ററി രേഖകളിൽ എ കെ ഗോപാലൻ ഇന്ദിരാഗാന്ധിയെ ലേഡി ഹിറ്റ്ലർ എന്ന് വിളിച്ച രേഖകളില്ല. അദ്ദേഹത്തിന്റെ സെലക്ടഡ് വർക്സിലോ പ്രസംഗങ്ങളിലോ ഇല്ല. ഞാൻ എ കെ ഗോപാലൻ മനുഷ്യനെ കുറിച്ച് പ്രയോഗമായിരുന്നു. ആ പ്രയോഗം അങ്ങയുടെ അക്കാഡമിക് താല്പര്യത്തെ മുൻനിർത്തി ഞാൻ നൽകി.
അക്കാഡമിക് ഒരു താല്പര്യം സംശയം വേണ്ടതില്ല. ശരി, അക്കാഡമിക് താല്പര്യത്തിൽ ശ്രീ ഇപ്പോ ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും ശക്തനായ വിമർശകൻ ജയപ്രകാശ് നാരായണനായിരുന്നു. അദ്ദേഹം നാഷണൽ മൂവ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി എന്നുള്ളതിലുപരി ജവഹർലാൽ നെഹ്റുവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന JP ആണ് ഏറ്റവും കടുത്ത പദപ്രയോഗങ്ങൾ ഞാൻ ഒരു നിമിഷം എന്റെ പോയിന്റ് ഇത്ര മാത്രമാണ്. AKG പറഞ്ഞ ഒറ്റ പോയിന്റ് ഇത് മാത്രമാണ്. അദ്ദേഹം സംസാരിച്ചപ്പോ അദ്ദേഹം വളരെ ആധികാരികമായി ചരിത്രത്തിൽ ഉപയോഗിക്കരുതെന്നും ലേഡി ഹിറ്റ്ലർ എന്ന് പറയുന്ന RSS നേതാക്കന്മാരും അല്ലെങ്കിൽ ഇന്ദിരാ വിരുദ്ധരായ ആളുകൾ ഉപയോഗിക്കുന്ന പദം ഒരു പുതിയ CPM നേതാവ് ഇന്നത്തെ ദിവസത്തിൽ ഉപയോഗിക്കുന്നതിന് പ്രസക്തിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നത് AKG ഇന്ത്യൻ പാർലമെന്റ് ഉപയോഗിച്ചാണെന്ന് നോക്കിയാൽ സ്വാഭാവികമായി ഇന്ത്യൻ പാർലമെന്റ് ആർക്കൈവ്സ് നമുക്ക് ഇപ്പൊ നോക്കാവുന്നതല്ലേ ഉള്ളൂ. ഞാൻ നോക്കിയതിൽ എന്റെ അക്കാഡമിക് താല്പര്യം വെച്ച് ഞാൻ നോക്കിയത് വെച്ച് AK ഗോപാൽ അങ്ങ് ഒരു ചർച്ചയല്ലേ? ശരി, എന്തായാലും